ഹായ് എവരിവൺ, ഈ വരുന്ന വീക്കിൽ നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കാം. കഴിഞ്ഞ വീക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ വരെ എല്ലാ ദിവസവും മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് മാർക്കറ്റാണ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്ന ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ ഒരു ലെവലിൽ, അതായത് 23,500 to 350 റേഞ്ച് എന്ന് പറയുന്ന ഫ്രൈഡേ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റിൽ കഴിഞ്ഞ വീക്കിൽ കുറേ നെഗറ്റീവ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു മാർക്കറ്റ് ഡൗൺ ആവാൻ വേണ്ടിയിട്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് ഡോളറിൻ്റെ വാല്യൂ 86 ടച്ച് ചെയ്തു, അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ന്യൂസസ് ഉണ്ടായിരുന്നു. HMB വൈറസിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ എല്ലാ ഇമ്പാക്റ്റിലാണ് ലാസ്റ്റ് ഒരു 1 വീക്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന നെക്സ്റ്റ് വീക്കിലും നമുക്ക് മാർക്കറ്റ് നെഗറ്റീവ് ബയാസിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ഈ ഒരു സപ്പോർട്ടാണ് നമുക്ക് നോക്കാൻ പറ്റുന്ന നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു നല്ല സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്, അതായത് 23,340 എന്ന് പറയുന്ന സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി നല്ല രീതിയിലൊരു ഡൗൺ സൈഡ് ഫോളിലേക്ക് തന്നെ പോകും. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാർട്ടറിലെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡേ TCSൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം IT സെക്ടറിൽ നല്ല രീതിയിലുള്ള റാലി നടന്നിട്ടുണ്ട്. എല്ലാ സെക്ടറും ഡൗൺ ആയപ്പോഴും ഫ്രൈഡേയിൽ IT സ്റ്റോക്സ് മാത്രമാണ് കുറച്ചൊന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നല്ല കമ്പനീസിൻ്റെ റിസൾട്ട് വരാനുണ്ട്. ഇപ്പോൾ വെനസ്ഡേ നോക്കുകയാണെങ്കിൽ HDFC ഇൻഷുറൻസ്, അതുപോലെ തന്നെ തേഴ്സ്ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോസിസ്, റിലയൻസ്, ആക്സിസ് ബാങ്ക്, അങ്ങനെ മൈൻട്രി, അങ്ങനെ കുറേ കമ്പനീസിൻ്റെ റിസൾട്ട് വരാനുണ്ട്. തേഴ്സ്ഡേ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടി വരുന്ന ദിവസമാണ്. അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്ഫുൾ ഡേ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഈ ഒരു 23,340 എന്ന് പറയുന്ന സപ്പോർട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വാച്ച് ചെയ്യാം. FISൻ്റെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്കിൽ മൊത്തം അവർ നല്ല രീതിയിൽ സെല്ല് ചെയ്തിട്ടുണ്ട്. DISൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇക്വലൻ്റ് ആയിട്ട് തന്നെ, FISന് ഇക്വലൻ്റ് ആയിട്ട് തന്നെ അവർ മാർക്കറ്റിൽ നല്ല രീതിയിൽ ബൈങ് നടത്തുന്നുണ്ട്. അപ്പം FISൻ്റെ കൂടെ തന്നെ നമ്മൾ റീറ്റെയിലേഴ്സിൻ്റെ ഒരു പാനിക് സെല്ലിങ് മാർക്കറ്റിൽ കാണാം. അതുകൊണ്ടായിരിക്കാം മാർക്കറ്റ് ഇത്രയും നല്ല രീതിയിൽ നെഗറ്റീവിലേക്ക് പോകുന്നത്. അപ്പം 23,340 എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് മാർക്കറ്റ് നല്ലൊരു ഡൗൺഫോളിലേക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 23,870 എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ടാണ്. നിങ്ങളൊരു ട്രേഡ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിംഗ് ടൈപ്പ് ഓഫ് ട്രേഡ് നോക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. കാരണം വിക്സ് ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ആയതുകൊണ്ട് 15 എബോവ് കഴിഞ്ഞ ഫ്രൈഡേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതൊക്കെ തന്നെ തിരിച്ച് ഡൗൺ സൈഡിലേക്കും അപ്പ് സൈഡിലേക്കും മൂവ് ചെയ്യാൻ നമുക്ക് ഫ്രൈഡേ നോക്കിയാൽ അറിയാം. ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തതുപോലെ തന്നെ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഒന്നുകിൽ PE ബൈ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് കോൾ സൈഡിൽ സെല്ലിംഗ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് കൺസിഡർ ചെയ്യുകയോ ചെയ്യാം. ഇത്രയാണ് നമുക്ക് നോക്കാൻ പറ്റുന്ന സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കുറേ ദിവസങ്ങളായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഒരു സോണിൽ നിന്ന്, നല്ലൊരു സപ്പോർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് നല്ലൊരു റെഡ് കാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈവൻ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ നെക്ക് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു പാറ്റേൺ ബേസ് ചെയ്ത് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ, ഏകദേശം ഈ ഒരു പാറ്റേണിൻ്റെ ഒരു 4,400 പോയിൻറ്റോളം ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് വീഴാനുള്ള സാധ്യത നമുക്കിവിടെ കാണാൻ പറ്റും. 4,500 അല്ലെങ്കിൽ 400 പോയിൻറ്റോളം ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് വീഴാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നെക്സ്റ്റ് വീക്കുകളെന്ന് പറയുന്ന ഇവൻറ്റ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ലാസ്റ്റ് ടൈം നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഫോൾസ് ബ്രേക്കൗട്ട് ഇവിടുന്ന് മേക്ക് ചെയ്തിട്ട് ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോവുകയാണ്. അപ്പം നിഫ്റ്റിയിലും ഈ വരുന്ന വീക്കിൽ മേ ബി ഇതൊരു ഫോൾസ് ബ്രേക്കൗട്ട് ആക്കി അപ്പ് സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ജനുവരി 20 കഴിയുമ്പോഴേക്കും മാർക്കറ്റിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയോട് കൂടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബജറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ മേ ബി ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്ന സ്പേസിൽ നിന്നൊരു അപ്സൈഡ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നെക്സ്റ്റ് വീക്ക് നമുക്കൊരു ഡൗൺ സൈഡ് തന്നെ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഒരു പുൾ ബാക്ക് കിട്ടിയാൽ സെൽ ഓൺ റൈസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം.